ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഈവൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കാൻ വരാൻ പോകുന്ന ഒരു ഈവൻറ്റ് എന്താണ്, എന്ത് കാര്യമാണ് വരാൻ പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ചിലപ്പോൾ പല അവസരങ്ങൾ ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാറുണ്ട്. സോ ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ആ ഒരു മാറ്റം, ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് റീഡിംഗ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. കാർഡ്സ് എടുത്ത് നോക്കിയാൽ മാത്രമേ പറ്റൂ. ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിങ്ങിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. ഇതൊരു കളക്റ്റീവ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവണമെന്നില്ല. ഓക്കെ, സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ തുടർന്നുള്ള റീഡിങ്ങുകളിലൊക്കെ എനിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ വേണ്ടി സാധിക്കും. സോ എന്ത് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്? നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയയിലാണ് അത്? റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, പണമാകാം, അല്ലെ പേഴ്സണൽ ഗ്രോത്ത് ആവാം, എന്തും ആകാം. സോ അത് ഏത് ഏരിയ ആണ് നമുക്ക് നോക്കണം. അതുപോലെ എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു സർപ്രൈസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുള്ളത്? ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ എക്സാക്ട് പർപ്പസ് എന്താണ്? ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ മാറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. സോ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം. ടാരോ, പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്, റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്. എന്താണ് അവരുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി വരാൻ സാധ്യതയുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് ഈ ഒരു കാര്യം ബാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് ഈ ഒരു മാറ്റം വരാൻ പോകുന്നത്? നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് ഈ ഒരു മാറ്റം വരാൻ വേണ്ടി പോകുന്നത്? കാർഡ് നമ്പർ 1. ഓക്കെ, ഈ ഒരു കാര്യം നടക്കാൻ സാധ്യത എപ്പോഴാണ്? ഈ ഒരു കാര്യം നടക്കാൻ സാധ്യത എപ്പോഴാണ്? സോ ഒരു പോസിബിൾ ടൈം നോക്കാം. എക്സാക്ട്ലി ഒരു സർപ്രൈസ് എങ്ങനെയുള്ളതായിരിക്കും? അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതായിരിക്കുമോ? അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമോ? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സഡൻലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കുമോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ആ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് തിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക? ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ കാരണം എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിനെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ഈ നിങ്ങളുടെ ലൈഫിനെ ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷൻ, വരുന്ന ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്നുള്ളതാണ്. ഒരു ഗൈഡൻസ് ആയിട്ട്, ഒരു അഡ്വൈസ് ആയിട്ടൊക്കെ ഇതിനെ എടുത്താൽ മതി. ഇവിടെ 2 കാർഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കൊണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ശരി, ഒരു വ്യക്തി മൂലമാണെങ്കിലും ശരി, എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോട് കൂടി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കം എന്തായിരിക്കും? സോ നമ്മൾ കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്യാം. സോ എന്ത് ഏരിയയിലാണ് ഈ ഒരു കാര്യം നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡാണ്. എപ്പോഴായിരിക്കും ഈ ഒരു കാര്യം നടക്കാൻ സാധ്യത? പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എക്സാക്ട്ലി ഈ ഒരു കാര്യം എന്തിനെക്കുറിച്ചാണ്, ഈ ഒരു സർപ്രൈസ് എന്തിനെക്കുറിച്ചാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഓക്കെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്.
എന്തിനാണ് ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു സർപ്രൈസ്, ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ചേഞ്ച് ചെയ്യും? നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ എങ്ങനെ ചേഞ്ച് ചെയ്യും? ഓക്കെ, സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിട്ടുള്ളത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കിയപ്പോൾ 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദ മൂൺ എന്ന് പറയുന്ന കാർഡും ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഈ ഒരു സർപ്രൈസ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്. ഓക്കെ, ആൻഡ് എന്ത് പോസിറ്റീവ് ഔട്ട്കം ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്? ഓക്കെ, സോ നമ്മുടെ കാർഡ്സ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. സോ നിങ്ങളുടെ ഓവറോൾ എനർജി, ഒരു റീഡിങ്ങിൽ ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് മാറാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ഇത്. നിങ്ങളുടെ ആക്ഷൻസിലേക്ക്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കടന്നു വരാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സഹായം വേണ്ട ഏരിയയിൽ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൈലി റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും അതെന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായിട്ടുള്ളതിനേക്കാളുമൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് വന്നേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം എടുക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില അസോസിയേഷൻ്റെ ഒക്കെ നേതൃത്വം നിങ്ങളെ ഏൽപ്പിച്ചെന്നിരിക്കും. നിങ്ങൾ പാഷനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങളുടെ പണ്ട് ആഗ്രഹമുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഇപ്പോൾ പൊടി തട്ടിയെടുക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി മാറാൻ പോകുന്ന ഒരു സമയമായിരിക്കും. സോ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ കാണും. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് പോകുന്നൊരു രീതിയിലായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ, നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ക്ലിയർ ആകാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാൻ പോവാണ്. സോ നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് ഈ ഒരു കാര്യം അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരാൻ പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യമാണോ നിങ്ങൾക്ക് തൃപ്തിയില്ലാതെ, അതായത് നിങ്ങൾ ഇതുവരേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു നീതി നിങ്ങൾക്ക് നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഏതാണോ അതിലായിരിക്കും ബാലൻസ് വരാൻ പോകുന്നത്. ഓക്കെ, അതിലൊരു ഫെയർനെസ് വരാൻ പോവാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അത് നടക്കാതെ പോവുക, നിങ്ങൾ മാനസികമായിട്ട് ചില കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് അതിൽ നിന്നും വേദന അനുഭവിക്കേണ്ടി വരിക, ഏത് ഏരിയ ആണോ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ലാതെ പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നത്? ഫിനാൻസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ജസ്റ്റിസ് നടപ്പാക്കപ്പെടാൻ പോവുകയാണ്. ഓക്കെ, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലീഗൽ മാറ്ററിൽ എന്തെങ്കിലും കേസ്, തർക്കം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്ഥലം മാറാനുള്ള ഒരു അവസ്ഥ, അതായത് നിങ്ങൾക്ക് സ്ഥലം മാറ്റത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ദൂരത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഒരു സമയം വരുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം വരാൻ പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങൾ വളരെ കാലങ്ങളായിട്ട് കാത്തിരുന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ സത്യം പുറത്തേക്ക് വരാൻ പോകുന്നൊരു സമയമായിരിക്കും ഇതെന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദനകൾക്ക് ഒരു കർമ്മ ബാലൻസ് വരാൻ പോവാണ്. ഓക്കെ, ഒരുപാട് വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനകൾക്ക് ഉണ്ടായ കർമ്മ തിരിച്ചു വരാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അൺഫെയർ ആണ്, ഞാൻ ഇതൊന്നും അല്ല അർഹിക്കുന്നത്, എനിക്ക് ഇതിനേക്കാളും ഒക്കെ നല്ല ഒരു കാര്യം ലഭിക്കേണ്ടതാണ്, കാരണം ഞാൻ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്,
എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ബാലൻസ് വരാൻ പോവാണ്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നില്ല എന്ന് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യപ്പെടാൻ പോവാണ്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, എക്സാമുകളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ബാലൻസ് ഇവിടെ വരാൻ പോവാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് നിറവേറപ്പെടും എന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നത്. ഓക്കെ, എപ്പോഴായിരിക്കും ഈ ഒരു കാര്യം നടക്കാൻ സാധ്യത എന്ന് നോക്കിയപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. വളരെ പെട്ടെന്ന് വേണം പറയാൻ. ഓക്കെ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സമയം എത്തുമെന്നുള്ളതാണ്. ചിലപ്പോൾ രണ്ടുപേര് തമ്മിലുണ്ടാവുന്ന ഒരു ഹൃദയം തുറന്ന ഒരു സംസാരത്തിലൂടെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ആകുന്നതായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളടുത്ത് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തെന്ന് വരാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തെന്ന് വരാം. ചില ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ പക്ഷേ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെന്നിരിക്കും. വളരെ പെട്ടെന്ന് ഈ ഒരു കാര്യം നടക്കാനാണ് സാധ്യത. ഒരു ഇമോഷണൽ മെസ്സേജ് നിങ്ങൾക്ക് വന്നെന്നിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് പുതിയൊരു വാർത്ത കേൾക്കാൻ, പുതിയൊരു മെസ്സേജ് വരാൻ ഒക്കെ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ത്രൂ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കൂടുതലും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കൂടി വരും. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് നമ്മുടെ കാർഡ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യം എന്തിനെക്കുറിച്ചാണ് നോക്കിയപ്പോൾ ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്ത് നിരാശ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നില്ലല്ലോ എന്നോർത്ത് ഒരുപാട് നിങ്ങൾ വേദനിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനയേക്കാൾ കൂടുതൽ നിരാശ അനുഭവപ്പെട്ട ഒരു കാര്യമായിരിക്കും. ഇമോഷണലി നിങ്ങൾ ഒരുപാട് തകർന്നു പോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഇമോഷണലി വല്ലാതെ ബുദ്ധിമുട്ടിയത് ആ ഒരു കാര്യമായിരിക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സർപ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ നിർത്തി മറ്റൊരാളുടെ കൂടെ പോയ ഒരു വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു വ്യക്തി അവരുടെ തെറ്റ് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളോടൊരു ക്ഷമാപണം ചില വ്യക്തികൾ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കും. ഓക്കെ, ചില ആളുകൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു വ്യക്തി, നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു ക്ഷമാപണം നടത്താൻ, അതായത് അവരവരുടെ തെറ്റ് മനസ്സിലാക്കി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളെ വീണ്ടും പഴയപടിയാക്കാൻ, നിങ്ങൾ ഇമോഷണലി നിങ്ങളെ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഈ ഒരു സർപ്രൈസ് വരാൻ പോകുന്നത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോയി കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു എനർജിയുമായി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളത്. അവരായിരിക്കും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരാൻ സാധ്യതയുള്ളത്. നിങ്ങളെക്കാളും ഒരു പടി മുന്നിൽ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു റിട്ടേണിങ് എനർജി ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വരുന്നത് എന്തിനാണ് ചോദിച്ചപ്പോൾ ഈ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സ് ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ പുതിയ പോസിബിലിറ്റീസ് ഉണ്ട്, പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയും ബാക്കിയുണ്ട് എന്ന് നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കരിയറിൽ പുതിയൊരു കാര്യം വരാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ്, ആ ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ യാത്ര ചെയ്യാനുള്ള, അതായത് നിങ്ങൾക്ക് ആ വഴിയിലൂടെ കുറേ മുന്നോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആ യാത്ര നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് തരുന്ന ഒരു യാത്ര കൂടിയായിരിക്കും. അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടിത്തരാൻ സാധ്യതയുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിൽഡ് ചെയ്തേക്കാം. ഓക്കെ, മേ ബി അതൊരു പുതിയ ജോലിയായിരിക്കാം, പുതിയ ബിസിനസ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ പുതുതായിട്ടൊരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്ത്, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങൾക്ക് സെക്യൂരിറ്റി തോന്നും. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ സെക്യൂരിറ്റി ഇല്ലാത്തത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം സെക്യൂരിറ്റി തോന്നും. പക്ഷേ ഇതിൽ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ, ആക്ച്വലി ഇപ്പോഴാണ് നിങ്ങളുടെ സമയം ശരിയായിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സമയം ഫൈനലി അത് ശരിയായിരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഈ ഒരു സർപ്രൈസ് നിങ്ങളുടെ സിറ്റുവേഷനെ എങ്ങനെ മാറ്റുമെന്ന് നോക്കിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നൊരു സമയമാണ്. നിങ്ങളുടെ ശരിയായിട്ടുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങൾ ഇമോഷണൽ പവർ അത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങളുടെ തീരുമാനങ്ങളിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് മാറും. നിങ്ങൾ ഓരോ സാഹചര്യത്തിൽ എവിടെ ക്ഷമ കാണിക്കണം, എവിടെ മെച്യൂരിറ്റി കാണിക്കണം എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ പവർ കൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവും. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് വളരെയധികമുള്ള ഒരു സമയമായിരിക്കും നിങ്ങൾക്കിത്. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും വളരെ എടുത്തു ചാടി റിപ്പൾസീവായി നിന്നുകൊണ്ടിരുന്ന നിങ്ങൾ, ഓക്കെ, വളരെ ഇമ്പൾസീവായിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് വളരെ ശാന്തമായിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ട് ജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിനെ എൻറ്റയർലി നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് എന്താണ്, നിങ്ങൾക്ക് എത്ര സാധിക്കും, നിങ്ങൾക്ക് എന്തെല്ലാം സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്ന ഒരു സമയമായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് നോക്കിയപ്പം നമുക്ക് 2 കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. ദ മൂൺ എന്ന് പറയുന്ന കാർഡും അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന ആ കാർഡുമാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ചില ചിന്തകൾ, ചില തോട്ട്സ്, അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇമോഷണലി നിങ്ങളധികം വളരെയധികം ഇൻ്റലിജൻ്റ് ആയിരിക്കണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ വളരെ ക്ലിയർ ആയിരിക്കില്ല. ചില സമയത്ത് നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നിരിക്കും, ചില സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു തടസ്സം ഫീൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേടി, ഒരു ഇല്യൂഷൻ, ഫിയർ എല്ലാം നിങ്ങൾ കടന്ന് മുന്നോട്ട് പോകണം. ഇമോഷണലി നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണൊരു സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്ന ഒരു സമയമായിരിക്കും. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിനെ ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്ന ഒരു സമയമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ കടന്നു പോകുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പേടിയെല്ലാം കളഞ്ഞ് മുന്നോട്ട് പോവുക, നിങ്ങൾ ഇമോഷണൽ സെക്യൂരിറ്റി കൊണ്ടുവരിക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സ് നിങ്ങളോട് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു സർപ്രൈസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇതൊരു അഡ്വൈസ് കാർഡായിട്ട് പറയുമ്പോൾ ഇറ്റ്സ് എ ടൈം ടു ഹീൽ എന്ന് പറയാം. അതായത് നിങ്ങളുടെ മുറിവുകൾ ഉണക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളെ ഒരുപാട് പാസ്റ്റ് ഹേർട്ട്സ് നിങ്ങളുടെ കരിയറിൽ, റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും മറ്റു വ്യക്തികളിൽ നിന്ന്. ഓക്കെ, അതൊക്കെ ഹീൽ ചെയ്യേണ്ട ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. അതിനെ ഹീൽ ചെയ്യേണ്ട സമയം കൂടിയാണ്. നിങ്ങളുടെ ലൈഫിലുള്ള ഒരു റിപ്പീറ്റഡ് പാറ്റേൺ കാണും. നിങ്ങളുടെ അറിവോടുകൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റഡ് പാറ്റേൺ കാണും. അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് കടക്കും, വീണ്ടും പഴയ പോലെ സംഭവിക്കുമോ എന്നുള്ള പേടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ റിമൂവ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എവിടെയാണോ വേദന അതിനെ തുടച്ച് കളയേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ നിങ്ങളുടെ ഓൾഡ് പാസ്റ്റ് ഹേർട്ട്സിനെ ഒന്നും എടുത്ത് തലയിൽ വെച്ചിരിക്കേണ്ട ഒരു സമയമല്ല. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നൊരു പോസിറ്റീവ് ഔട്ട്കം 5 of Swords ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ലേണിംഗ് പർപ്പസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കാണും ഇതിനോടകം. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പഠിച്ചു കാണും. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ പലരുടെയും മുന്നിൽ താണു കേണു നിന്നൊരു സമയം കാണും. അതെല്ലാം മാറി നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്താണ്, നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു
റിയലൈസേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും. എന്ത് വില കൊടുത്തും നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. ഇനി ഒരിക്കലും നിങ്ങൾ വെറുതെ നിങ്ങളുടെ എനർജി വെറുതെ ഒരിടത്തും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കുറച്ചൊക്കെ സെൽഫിഷ് ആവാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം ഒരു നോ പറയാൻ നിങ്ങൾ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു പോസിറ്റീവ് ഔട്ട്കം ഈ ഒരു സിറ്റുവേഷനിൽ. സോ ഈ ഒരു സർപ്രൈസ് മെസ്സേജാണ് ശരിക്കും, ഒരു ഷോക്കിംഗ് അല്ല, ഒരു സർപ്രൈസിങ് ആണ് ശരിക്കും. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമയമാണ് അതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൊക്കെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ ചേസ് ചെയ്തോളും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.